സ്പോട്ട് ലൈവ് തുടരുന്നു. മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണവും ജോലി സമ്മർദ്ദവും കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ജീവനൊടുക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കാൻ കഴിയാറുണ്ട്. കോട്ടയത്ത് ജോലി സമ്മർദ്ദം കാരണം ഒരു പോലീസുകാരൻ നാടുവിട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കോട്ടയത്ത് നിന്നും കാണാതായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒടുവിൽ തിരികെ എത്തി. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI രാജേഷ് ആണ് തിരികെ എത്തിയത്. രാജേഷ് ഇന്ന് രാവിലെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു. രാജേഷിന്റെ തിരോധാനത്തിന് പിന്നിൽ ജോലി സമ്മർദ്ദമാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം ഈ പോലീസുകാരനെ രാജേഷിനെ കാണാതായതിന് പിന്നാലെ ജോലി സമ്മർദ്ദം കാരണം നാട് വിട്ടു എന്നായിരുന്നു കുടുംബം ആരോപണം ഉന്നയിച്ചത്. വീണ്ടും അദ്ദേഹം തിരികെ എത്തിയിട്ടുണ്ട്, ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഈ നാട് വിടാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ ഇദ്ദേഹം? ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ടോം. അക്കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പോലീസിൽ നിന്നും അങ്ങനെ ഒരു വിവരം ലഭിക്കുന്നില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയിൽ ഈ ജോലി സമ്മർദ്ദം ഒരു കാരണമായി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് നേരിട്ടെത്തുകയായിരുന്നു ഇയാൾ. വീട്ടിൽ പോലും പോയിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ജോലിക്ക് എത്തുന്നു. ഗ്രേഡ് SI ആണ്. അതിനുശേഷം ഇദ്ദേഹത്തെ അയർകുന്നം പോലീസിലാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം എത്തിയതോടുകൂടി അവർ ഇദ്ദേഹത്തെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പരാതി തീർപ്പാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയാണ് പോയത് എന്നത് സംബന്ധിച്ച് ഈ തിരികെ എത്തിയപ്പോൾ, വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അയർകുന്നം പോലീസിനോട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നൽകുമോ എന്നും വ്യക്തമല്ല. ഒരു പക്ഷേ പലപ്പോഴും ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ മാറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇദ്ദേഹവും സമാനമായ രീതിയിൽ ഒന്ന് മാറി നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, വീട്ടിലൊന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് വീട്ടുകാരിൽ നിന്ന് അറിയുന്ന വിവരം. അതേസമയം തന്നെ ഇയാൾ എവിടെ പോയിരുന്നു എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വകുപ്പ് തലത്തിൽ തന്നെ അത്തരത്തിലുള്ള ചില അന്വേഷണം നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 14 രാത്രിയാണ്, നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷമാണ് ഇദ്ദേഹം പോയത്. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ കാണാതായത്. എന്തായാലും നമുക്കറിയാം, സംസ്ഥാനത്തൊട്ടാകെ ഈ പോലീസിലെ ജോലി സമ്മർദ്ദമൊക്കെ വലിയ വാർത്തയാകുന്നു. നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നു. പലരും ജോലി ഉപേക്ഷിക്കുന്നു. ഒരുപാട് പേർ VRS എടുത്ത് മടങ്ങാനൊരുങ്ങുന്നു. അങ്ങനെ പോലീസിലെ ജോലി ഭാരത്തെക്കുറിച്ച് വലിയ വാർത്തകൾ വരുന്നതിനിടെയാണ് സമാനമായൊരു സംഭവം, ഒരു ആരോപണം കോട്ടയത്ത് നിന്ന് ഉയരുന്നത്. ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയായിരിക്കും ശ്രീജിത്ത് കാണുന്നത്? ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചു ഈ പോലീസുകാർക്കിടയിലെ ആത്മഹത്യ. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനിടെ 77 പോലീസുകാരാണ് സംസ്ഥാനത്ത് ജീവനൊടുക്കിയതെന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ VRS എടുത്ത് ഈ സേനയിൽ നിന്നും മാറുന്നു. അങ്ങനെ ഈ പോലീസിലെ ജോലി സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണം, ഇത്തരം പരാതികളൊക്കെ ഉയർന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആത്മഹത്യാ നിരക്കൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേക പരിശീലനം, മറ്റ് രീതിയിലുള്ള ഇവർക്ക് എന്റർടൈൻമെന്റ് അതിന് ചെയ്യാനുള്ള, അതിനുവേണ്ടിയുള്ള അവസരങ്ങളൊക്കെ ഒരുക്കുമെന്നൊക്കെ പ്രഖ്യാപനങ്ങളുണ്ടായി. പക്ഷേ അതൊക്കെ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നു. വീണ്ടും ആത്മഹത്യകൾ. ഇവിടെയും ഈ ജോലി സമ്മർദ്ദം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ഒരു ചൂഷണം, അതൊക്കെ ആകാം രാജേഷ് നാടുവിടാനുള്ള അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ള കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം നിലവിൽ പരസ്യമായി പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇത് പോലീസ്, ഈ രാജേഷിന്റെ തിരോധാനം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും പോലീസിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്രയധികം വാർത്തകൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. പ്രത്യേകിച്ച് കുടുംബം ഉന്നയിക്കുന്ന അനുസരിച്ച് രാജേഷിന് അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി ദീർഘാവധി ചോദിച്ചിരുന്നു. പക്ഷെ അത് അനുവദിച്ച് കിട്ടിയില്ല എന്ന പരാതിയുണ്ട്. ഒപ്പം തന്നെ ജോലി സംബന്ധമായ ചില മെമ്മോകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നതായുള്ള സൂചനകളുണ്ട്. പോലീസിന്റെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇപ്പൊ രാജേഷ് പുറമേ വന്ന പരസ്യ പ്രതികരണം നടത്തില്ല. കാരണം പോലീസിന്റെ ഒരു അച്ചടക്ക ലംഘനമായാണ് അത് വരിക. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രതികരണം രാജേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. രാജേഷിന്റെ
കുടുംബവും അങ്ങനെ അത്രത്തോളം കാര്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ കുടുംബാംഗങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ജോലി സമ്മർദ്ദം തന്നെ പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, പുതിയ സർക്കുലർ അടക്കം DGP ഇറക്കിയിട്ടുണ്ട്. ഈ പോലീസിലെ ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി വിവാഹ വാർഷികമൊക്കെ തന്നെ പിറന്നാളുകൾക്കൊക്കെ അവധി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പോലീസ് സേനയെ ആകെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമുക്ക് വ്യക്തിപരമായി പരിചയമുള്ള പല ഉദ്യോഗസ്ഥരും തുറന്ന് സമ്മതിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നേരത്തെ തന്നെ SIക്കായിരുന്നു സാധാരണ പോലീസ് സ്റ്റേഷന്റെ ചുമതല ഉണ്ടായിരുന്നു. അത് SHO എന്ന നിലയിൽ CIക്ക് മാറിയപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പോലീസ് സേനയിൽ വന്നു. ഇത് ദോഷകരമായി ബാധിച്ചു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ പോലീസിനുള്ളിൽ നിന്നുള്ളവർ പറയുന്നുണ്ട്. ഇത് പോലീസ് സേന തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പോലീസിലെ ആൾക്ഷാമം വളരെ പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദങ്ങളുണ്ട്. പല സംഭവങ്ങളും ക്രൈം കൂടി വരുന്ന സാഹചര്യമുണ്ട്. അത് വേഗത്തിൽ പല കാര്യങ്ങളിലും ഇടപെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തിനും ഏതിനും പോലീസ് സേനയെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാറും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനനുസരിച്ച് ആൾബലമില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ പോലീസ് സേനയെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പല ഉദ്യോഗസ്ഥരും വ്യക്തിപരമായ സംഭാഷണങ്ങളിലടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊരു സമഗ്രമായ പരിഷ്കരണം വേണ്ടതാണ്. സർക്കാർ തലത്തിലുള്ള പരിഷ്കരണമാണ് ഫലത്തിൽ ഉണ്ടാകേണ്ടത്. ഇത്തരം സമ്മർദ്ദങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള കേവലം ഒരു പരിശീലനം എന്നുള്ളത് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ തരം മനസ്സ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ കേവലം ഒരു പരിശീലനം കൊണ്ട് മാത്രമല്ല, ആകെ പോലീസ് സേനയിൽ ഇതൊരു വ്യാപക പ്രശ്നമായി ഉയർന്നു വരുമ്പോൾ ആ സിസ്റ്റത്തിനുള്ള പ്രശ്നം എന്ത് എന്ന് പഠിക്കേണ്ടതും അവിടെ തിരുത്തൽ വരുത്തേണ്ടതും പോലീസ് സേനയാണ്. മാത്രമല്ല സർക്കാരിനാണ് അവിടെ വലിയ റോൾ ഉള്ളത്. സർക്കാർ എത്രത്തോളം ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നുണ്ട്, പരിഹരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ, ആത്മഹത്യയും തിരോധാനവും ഒക്കെ ഉയരുമ്പോൾ ആ സമയം ഒരു നടപടി ഉണ്ടാകും. അതിനപ്പുറം ഇത് ഈ സർക്കുലറിൽ മാത്രം ഒതുങ്ങുന്നു. അതല്ലേ ശ്രീജിത്ത് യഥാർത്ഥത്തിൽ വസ്തുത? കാരണം ഇവിടെയും നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ ഒരു CI നവാസിന്റെ തിരോധാന കേസ് അറിയാം. അത് മേലുദ്യോഗസ്ഥനായ DYSPയുമായി ഉണ്ടായ വാക്കുതർക്കം, മേലുദ്യോഗസ്ഥന്റെ പീഡനം. ഇതേ തുടർന്ന് അദ്ദേഹം അന്ന് കാണാതാകുന്നു, പിന്നീട് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നു. അത്തരം ഒരു സംഭവമാണ് ഇത് ഈ കോട്ടയത്തെ ഈ ഗ്രേഡ് SI രാജേഷിന്റെ തിരോധാനവുമായി ഉള്ള ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇവിടെ ഈ ഒരു പെട്ടെന്ന് നമ്മുടെ പോലീസ് സേനയിൽ ഒരു പരിഷ്കരണം സാധ്യമാകുമോ? പ്രത്യേകിച്ചും ആൾക്ഷാമം അതിരൂക്ഷമാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇവരുടെ ജോലി സമയത്തിൽ കൃത്യമായൊരു ക്രമീകരണങ്ങളില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഒരു പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുക? ഇവരുടെ പ്രശ്ന പരിഹാരം എങ്ങനെയായിരിക്കും സാധ്യമാവുക? ടോം, അതിൽ സർക്കാർ തലത്തിൽ വലിയ ഇടപെടലുകൾ തന്നെ ഉണ്ടാകണം. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ആദ്യം കാര്യമായി തന്നെ പഠിക്കണം. പ്രത്യേകിച്ച് ഇതൊരു പോലീസ് സേനയ്ക്കുള്ളിൽ ഒരു അധികാര തർക്കമൊക്കെ പലയിടത്തും പല വിഷയങ്ങളായി മാറാറുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ താഴെയുള്ള ഉദ്യോഗസ്ഥരോട് പെരുമാറുന്ന രീതി അടക്കം പ്രശ്നമാകാറുണ്ട്. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സാധാരണക്കാരോട് പെരുമാറുന്ന രീതിയിലടക്കം പല പരാതികളും ഉയർന്നു വരികയും ഹൈക്കോടതി നിർദ്ദേശങ്ങളൊക്കെ വരികയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഇതൊരു മനോഭാവത്തിന്റെ കൂടി പ്രശ്നമായി മാറാറുണ്ട്. ക്രിമിനലുകൾ പോലീസ് സേനയ്ക്കുള്ളിലുണ്ട് എന്ന യാഥാർത്ഥ്യം സർക്കാരും പോലീസ് സേനയും മനസ്സിലാക്കുന്ന കാര്യമാണ്. അവർക്കെതിരെ നടപടികൾ പലപ്പോഴും വരാറുണ്ട്. പലരെയും പിരിച്ചുവിടുന്നതും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ശക്തമാണ് എന്ന ചോദ്യം ബാക്കിയാണ്. എത്രത്തോളം കാര്യക്ഷമമായി ഇത്തരം രഹസ്യാന്വേഷണ വിഭാഗങ്ങളടക്കം ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അഴിമതി എത്രത്തോളം ഫലത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുള്ളിലുണ്ട്. ആത്മാർത്ഥമായി പലപ്പോഴും തുടക്കത്തിൽ ജോലി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥരും പിന്നീട് ഈ മേലുദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെയോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ ജനങ്ങളുടെയോ അടക്കം പല ഇടപെടലുകൾ കൊണ്ട് അതിൽ നിന്നൊക്കെ പിന്മാറേണ്ടി വരുന്ന സ്ഥിതിവിശേഷവും നമ്മൾ കാണാറുള്ളതാണ്. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ സേനയെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമായി ഉയർന്നു വരാറുണ്ട്. അവിടെയൊക്കെ ഓരോ പ്രശ്നത്തിനും വളരെ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകുക എന്നുള്ളതിനൊപ്പം തന്നെ ഈ മറ്റു പ്രശ്നങ്ങൾ, ഈ അവധി അടക്കമുള്ള വിഷയങ്ങൾ, ജോലി സമയം,
ജോലി ഭാരം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട. നമ്മൾ കരുതുന്ന പോലെ കേവലം ഏതെങ്കിലും ഒരു SI ലെവലിലോ അല്ലെങ്കിൽ CA ലെവലിലോ ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കില്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിന് മുൻ തട്ടുകളിലേക്കുള്ളവർക്കും ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും അവരെ ബാധിക്കാറുണ്ട്. സമ്മർദ്ദങ്ങൾ വലിയ വിഷയമായി മാറാറുണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ടൊരു പ്രശ്നമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് സേനയ്ക്കുള്ളിൽ ഉള്ളത്. പലപ്പോഴും എന്തിനും ഏതിനും പോലീസിനെ മാത്രം കുറ്റം പറയുന്നൊരു സിസ്റ്റവും പലപ്പോഴും കണ്ടുവരാറും ഉണ്ട്. നമുക്കറിയാം, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ നമുക്കിടയിൽ തന്നെ, പോലീസ് സേനയിൽ കാര്യമായി തന്നെ ഉണ്ട്. കേരള പോലീസിനെ സംബന്ധിച്ച് അത് വലിയൊരു ശതമാനം തന്നെ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അതിനിടയിലും ചില ക്രിമിനലുകൾ, ചില ഉന്നത ഉദ്യോഗസ്ഥരിൽ പോലും ക്രിമിനലുകൾ വിലസുന്ന കാഴ്ചയും ഒക്കെ ഇതിനുള്ളിലുള്ള പ്രശ്നമാണ്. അവിടെയെല്ലാം വളരെ ശക്തമായ നടപടിയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും ഭരിക്കുന്ന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെല്ലാം ഏത് തരത്തിൽ സർക്കാർ കാണും, ഈ പ്രശ്നം എന്ത് എന്ന് പഠിക്കുമോ, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പഠിച്ച് അതിന് വേണ്ട മരുന്നുകൾ പ്രയോഗിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. ടോം, കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയാണ് ശ്രീജിത്ത് നടത്തിയത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് പോലീസ് ജോലി ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. കാരണം ഒരു വശത്ത് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, കുന്നത്തനാട് പോലീസിനെതിരെ ഇന്ന് ഉയർന്നു വന്ന ആക്ഷേപം, അതായത് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചപ്പോൾ പോലീസ് ആ പരാതി മുഖവിലക്കെടുത്തില്ല എന്ന് പറയുന്ന ഒരു ആക്ഷേപം. കോട്ടയത്ത് കഴിഞ്ഞ ദിവസം 2 പോലീസുകാർ തമ്മിൽ തല്ലിയ സംഭവം, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മറുവശത്ത് പോലീസുകാരുടെ ജോലി സമ്മർദ്ദം, അവരനുഭവിക്കുന്ന തൊഴിൽ ചൂഷണങ്ങൾ, ഇതും കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. കാരണം പാലക്കാട് തൃത്താലയിൽ ജോലിക്കിടെ ഒരു SIക്ക് നേരെ ഉണ്ടായ ആക്രമണം, അദ്ദേഹത്തെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചൊരു സംഭവം ഉണ്ടായി. ആ കേസാണ്